ഇന്നൊരു മന്ത്രവാദിനിയുടെ കഥയാണ് കേട്ടോ. ആരെങ്കിലും തമാശ കാണിച്ചാലോ ശബ്ദമുണ്ടാക്കിയാലോ ഉടനെ ദേഷ്യം വരുന്ന മോഗ എന്ന മന്ത്രവാദിനിയുടെ കഥയാണ്. മോഗയ്ക്ക് ഒരുപാട് മന്ത്രതന്ത്രങ്ങൾ അറിയാമായിരുന്നു. അവളുടെ കയ്യിലെ മന്ത്രവടി വീശി മന്ത്രങ്ങൾ പറഞ്ഞ് എന്തും സൃഷ്ടിക്കാനും നശിപ്പിക്കാനും അവൾക്ക് കഴിയും. ഒരിക്കൽ മോഗ അവൾക്ക് താമസിക്കാൻ സുന്ദരമായൊരു സ്ഥലം കണ്ടെത്താൻ ഗ്രാമങ്ങളിലൂടെയും പട്ടണങ്ങളിലൂടെയും കാട്ടിലൂടെയും എല്ലാം അദൃശ്യയായി സഞ്ചരിച്ചു. ഒടുവിൽ ഒരു വലിയ കാടിന്റെ അരികിലായി അവൾ ഒരു സ്ഥലം കണ്ടെത്തി. ഉടനെ തന്നെ മോഗ മന്ത്രവടി വീശിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: ഡിങ്കിരി ഡിങ്കിരി ഡം ഡം ഡം, കല്ലും മണ്ണും ഓടിക്കോ, മരവും തടിയും ചാടിക്കോ, വീടൊന്നിവിടെ പൊങ്ങിക്കോ. ആ മന്ത്രം പറഞ്ഞു തീർന്നതും മനോഹരമായൊരു വീട് അവിടെ ഉയർന്നു വന്നു. അവൾ പിന്നെയും പിന്നെയും മന്ത്രങ്ങൾ പറഞ്ഞ് ആ വീടിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും നടത്തി അവിടെ താമസമായി. മോഗയുടെ വീടിനരികിലൂടെ ഒരു വഴിയുണ്ട്. ആ കാട്ടുവഴിയിലൂടെ നടന്നാണ് അയൽ ഗ്രാമത്തിലെ ആളുകൾ വിറകു ശേഖരിക്കാൻ കാട്ടിൽ പോകുന്നത്. മോഗയെ പേടിച്ച് ഒച്ചയുണ്ടാക്കാതെ പതുങ്ങിയാണ് അവർ നടന്നിരുന്നത്. മോഗയ്ക്ക് ദേഷ്യം വന്നാൽ അവൾ അവരെ ശപിച്ച് കല്ലാക്കി മാറ്റിക്കളയും എന്നാണ് അവരുടെ പേടി. അവളുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന 2 കൽപ്രതിമകൾ ഒരിക്കൽ അവൾ ശപിച്ച് കല്ലാക്കി മാറ്റിയ മനുഷ്യരാവും എന്നാണ് ഗ്രാമത്തിലെ ആളുകൾ പറയുന്നത്. മോഗയുടെ വീടിനടുത്തുള്ള കാട്ടിൽ കുറെ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കുസൃതി കുടുക്കയായ മിക്കു കുരങ്ങനും ബുദ്ധിമാനായ പമ്മനാനയും നീളൻ കഴുത്തുള്ള ഹൂഹു ജിറാഫും ചോപ്പൻ അണ്ണാറക്കണ്ണനും പിന്നെ ഓടിച്ചാടി നടക്കുന്ന പാവം മുയൽക്കുട്ടികളും സുന്ദരി കൊക്കും പച്ചൂസു തത്തയും അങ്ങനെ കുറച്ച് പാവ മൃഗങ്ങളും പിന്നെ കുറേ പക്ഷികളും. ഒരു ദിവസം മിക്കു കുരങ്ങൻ ചാടി കളിക്കുമ്പോൾ മോഗയുടെ വീടിന് മുകളിലിരുന്ന ഒരു പൂച്ചട്ടി അബദ്ധത്തിൽ തട്ടി താഴെയിട്ടു. ഇത് കണ്ട മോഗയ്ക്ക് നല്ല ദേഷ്യം വന്നു. അവൾ അലറി വിളിച്ചു: എന്നെ ശല്യപ്പെടുത്തുന്നോ? അത്രയ്ക്കായോ അഹങ്കാരം? ഇനി മുതൽ ഈ കാട്ടിലെ ഒരു മൃഗത്തിനും ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല, നോക്കിക്കോ. അവൾ വേഗം തന്റെ മന്ത്രവടി വീശി മന്ത്രങ്ങൾ പറഞ്ഞു. ആകാശം അങ്ങനെ പുകയട്ടെ, അണ്ണാൻ കുഞ്ഞെ മിണ്ടാതെ, കാറ്റേ നീയും മിണ്ടാതെ, നാവിന് മുകളിൽ താഴെട്ടാട്ടെ. പെട്ടെന്ന് കാട് നിശബ്ദമായി. പക്ഷികൾക്ക് പാടാൻ കഴിഞ്ഞില്ല, മൃഗങ്ങൾക്ക് മിണ്ടാൻ കഴിഞ്ഞില്ല. കാട് ആകെ സങ്കടത്തിലായി. മോഗയ്ക്ക് മൃഗങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷം തോന്നി. ആ സന്തോഷത്തിൽ അവൾ മന്ത്രപാട്ടുകളുമായി നൃത്തം ചെയ്തു. കരച്ചിൽ മാറ്റേണ്ട, ചിരിക്കേണ്ട, മുത്തു പല്ലുകൾ കാട്ടേണ്ട, ഓടേണ്ട, ചാടേണ്ട, പറക്കേണ്ട, പോ 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 ദൂരെ. മൃഗങ്ങൾ മോഗയുടെ വീടിനടുത്ത് ചെന്ന് അവളുടെ ദയയ്ക്ക് കാത്തു നിന്നു. അവൾ അവരെ തിരിഞ്ഞു പോലും നോക്കിയില്ല. പാവമൃഗങ്ങൾ മിണ്ടാനാവാതെ പരസ്പരം നോക്കി നിന്നു. ആ പാവമൃഗങ്ങളെ ആര് രക്ഷിക്കുമെന്ന് കഥയുടെ അടുത്ത ഭാഗത്തിൽ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ.